കാസർഗോഡ് പുത്തുകൈ കൊക്കച്ചാലിൽ 8 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ടു. സാദത്തിന്റെ മകൻ സുൽത്താനാണ് ഒഴുക്കിൽപ്പെട്ടത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നിപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് വിവരങ്ങളുമായി ഇപ്പോൾ ചേർന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് 8 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ടത്? അരുൺ, ഉന്മേഷൻ, ഉച്ചയോടുകൂടിയാണ് ഈ കുട്ടി ഒഴുക്കിപ്പെട്ടത്. ബന്ദിയോടെ കൊക്കച്ചാലിലെ സാദത്തിന്റെ മകൻ സുൽത്താനെയാണ് കാണാതായത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീടിന് സമീപ തോട്ടിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. തോട് കടന്നു പോകുന്ന ഭാഗത്ത് ഒരു സിമന്റ് പൈപ്പിട്ട പ്രദേശമുണ്ട്. ആ സിമന്റ് പൈപ്പിട്ട ഭാഗം JCB ഉപയോഗിച്ച് നീക്കി തെരച്ചിൽ നടത്തി. പക്ഷേ അവിടെയും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. ഉന്മേഷ്, ഈ നിലവിലെ എങ്ങനെയാണ് മഴയുടെ സാഹചര്യം? മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ടോ അരുൺ? ഉന്മേഷ്, അതിതീവ്രമായ മഴയാണ് കഴിഞ്ഞ 3 ദിവസമായി കാസർഗോഡ് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പല നദികളിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നിലവിൽ 5ഓളം നദികളിലാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. 60ഓളം വീടുകളിൽ, നീലേശ്വരം ഭാഗത്ത് 60ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പറമ്പ LP സ്കൂളിലേക്ക്, വെള്ളരിക്കുണ്ട് താലൂക്കിലെ പറമ്പ LP സ്കൂളിലേക്ക് 10 കുടുംബങ്ങളെ നിലവിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിനിടയിലാണ് ഇങ്ങനെ ആളുകളും ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ കുട്ടി കുളിക്കാൻ വേണ്ടി തോട്ടിലേക്ക് പോയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ പോയ സമയത്ത് കുട്ടിയെ കാണാതാവുകയായിരുന്നു. വീട്ടുകാർ ആദ്യം തെരച്ചിൽ നടത്തി, പിന്നീട് നാട്ടുകാരും തെരച്ചിൽ നടത്തി. കുട്ടിയെ കാണാതിരുന്നതോടുകൂടിയാണ് ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിച്ചത്. ആ സിമന്റ് പൈപ്പും അവിടെ നിന്ന് മാറ്റി പരിശോധിച്ചു. പക്ഷേ അവിടെ ഒന്നും കുട്ടിയെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴ തീവ്രമായി തന്നെ തുടരുകയാണ്. ഉന്മേഷ്, ശരി. കാസർഗോഡ് പുത്തുകൈ കൊക്കച്ചാലിലാണ് 8 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ടത്. കുട്ടി കുളിക്കാൻ ഇറങ്ങിയതാണ് എന്നാണ് നിഗമനം. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.